ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് KAS ഡിഗ്രി ലെവൽ +2 ലെവൽ 10th ലെവൽ പരീക്ഷകൾ, റെയിൽവേ ഗ്രൂപ്പ് ഡി, ബാങ്ക് മുതലായ പരീക്ഷകൾക്കെല്ലാം ഉതകുന്ന കുറച്ച് ജനറൽ നോളജ് നോക്കാം. ഇന്ന് ജനറൽ നോളജും ജോഗ്രഫിയിൽ ഇന്ത്യയുടെ കുറച്ച് അടിസ്ഥാന വിവരങ്ങളും നമ്മൾക്ക് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോഴാണ്, ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്, ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്, ഇങ്ങനെയുള്ള കുറച്ച് ജോഗ്രഫിയും ജനറൽ നോളജും കവർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർന്നുള്ള എൻ്റെ ജനറൽ നോളജ് മാത്രമല്ല, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി മുതലായ സബ്ജക്റ്റുകളിൽ നിന്ന് PSC പരീക്ഷകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസും, ഇംഗ്ലീഷ്, മലയാളം മുതലായ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും, മാത്സും എല്ലാം ഞാൻ കവർ ചെയ്ത് പല പല വീഡിയോകളിലായി ഇട്ടിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണുക. എൻ്റെ എല്ലാ ചാനലുകളും എല്ലാ വീഡിയോയും കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 എല്ലാവർക്കും അറിയാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. അടുത്ത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. 1950 ജനുവരി 26. ഇന്ത്യയുടെ ജനസംഖ്യ അറിയാമോ? ഇന്ത്യയുടെ ജനസംഖ്യ 121.08 കോടിയാണ്. 2011 സെൻസസ് അനുസരിച്ചുള്ള ജനസംഖ്യയാണ് 121.08 കോടി. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്നറിയാമോ? ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയുടെ വിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇന്ത്യയുടെ കടൽ തീരം എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ കടൽ തീരം 7,517 കിലോമീറ്ററാണ്. 7,517 കിലോമീറ്റർ. ഇന്ത്യക്ക് കര അതിർത്തി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്ത്യയുടെ കര അതിർത്തി 15,107 കിലോമീറ്ററാണ്. 15,107 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യക്ക്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഇന്ത്യക്ക് എത്ര കേന്ദ്രഭരണ പ്രദേശമുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജനസംഖ്യ ഉത്തർപ്രദേശ്. ഏറ്റവും വലുത് രാജസ്ഥാൻ എന്ന് പറഞ്ഞു. ഏറ്റവും ജനസംഖ്യയുള്ളത് ഉത്തർപ്രദേശാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനം. ഏറ്റവും ഒടുവിൽ പിറവിയെടുത്ത സംസ്ഥാനം ഏതാണ്? ഈ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും അവസാനം പിറവിയെടുത്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം തെലങ്കാനയാണ് ഏറ്റവും ഒടുവിൽ പിറവിയെടുത്ത ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്കറിയാമോ? ഇന്ത്യയിൽ 74% സാക്ഷരതാ നിരക്കുണ്ട്. 74% ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക്. ഇന്ത്യയുടെ ജനസാന്ദ്രതയോ? ചതുരശ്ര കിലോമീറ്ററിന് എത്രയാണെന്നറിയാമോ? ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്ററാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 382 പേരുണ്ട്. അതാണ് 382 ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത, ഇന്ത്യയുടെ ജനസാന്ദ്രത. സ്ത്രീ പുരുഷ അനുപാതം അറിയാമോ? 940 സ്ത്രീയും 1000 പുരുഷനുമാണ്. 944:1000 അതാണ് 940:1000. സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് അതാണ്.
ആദ്യത്തെ രാഷ്ട്രപതി ആരെന്നറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ആദ്യത്തെ പ്രധാനമന്ത്രിയോ? നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ദിരാ പോയിൻ്റ്, അതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഇന്ത്യയിൽ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്, നല്ല ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഇന്ത്യയിൽ. ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് K2. അതാണ് ഏറ്റവും ഉയരമുള്ള ഇന്ത്യയിലെ കൊടുമുടി, ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് K2 ആണത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇന്ത്യയിലെ എന്ന് പ്രത്യേകം ഓർത്തോളണം. ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഇന്ത്യയിലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ലോകത്തിലെ അല്ല, ഇന്ത്യയിലെയാണ്. അത് പ്രത്യേകം ഓർത്തോളണം. ഇന്ത്യയുടെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി. ഭാഗീരഥി നദിയിൽ കൂടെ ഉള്ളതാണ് ഈ അണക്കെട്ട്, തെഹ്രി അണക്കെട്ട്. ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഭാഗീരഥി നദിയിലുള്ള അണക്കെട്ടാണ് ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയിലെ അണക്കെട്ട്, തെഹ്രി. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഒഡീഷയിലുള്ള മഹാനദിയിലുള്ള അണക്കെട്ടാണ് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. മഹാനദി, ഒഡീഷയിലെ മഹാനദിയിൽ. ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, അതും ഒഡീഷയിലാണ്. ഒഡീഷയിലെ ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അറിയാലോ നിങ്ങൾക്ക് ഈസ്റ്റ് കിടക്കുന്നത് എവിടെയാണെന്ന്. കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. നമ്മൾ പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളേവ? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നല്ല, ഒട്ടനവധി സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ആ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടി ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എഴുതുന്ന ടെക്സ്റ്റ് കാണാതെ തന്നെ ഇത് കേൾക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ബൈഹാർട്ടാകണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5.5 മണിക്കൂർ മുന്നിലാണ്. മുന്നിലെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഗ്രീൻവിച്ച് മെറിഡിയനിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ആ മെറിഡിയൻ വെച്ച് നോക്കുമ്പോൾ 5.5 മണിക്കൂർ മുന്നിലാണ് മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉള്ളത്. 5.5 മണിക്കൂർ മുന്നിലാണ്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തര പർവ്വത മേഖലയിലെ എല്ലാ പർവ്വതനിരകളും കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഉത്തര പർവ്വത മേഖല എന്നറിയപ്പെടുന്നത്.
ഉത്തര പർവ്വത മേഖലയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തര പർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അങ്ങനെ ഉത്തര പർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ അങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയൻ നിരകളിലെ പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാറക്കോണം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയൻ നിരകളിലെ പർവ്വതനിരകളാണ് കാറക്കോണം, ലഡാക്ക്, സസ്കർ. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഹിമാലയം. ഇതിപ്പോൾ ഇന്ത്യയെക്കുറിച്ചല്ല പറയുന്നത്, മൊത്തം ഭൂമിയിലുള്ളതാണ്, ലോകത്തിലെ തന്നെ കാര്യങ്ങളാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ചെറുപ്പമായ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഏതിനം പർവ്വതനിരയ്ക്ക് ഉദാഹരണമാണ്? ഹിമാലയം മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ്. ഫോൾഡിംഗ് മൗണ്ടൻ. മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയ. ലോകത്തിലെ ഏറ്റവും ചെറുപ്പമായ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഏതിനം പർവ്വതനിരകൾക്ക് ഉദാഹരണമാണ്? മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ്. ഹിമാലയൻ പർവ്വതനിരയുടെ ആകൃതി എന്താണ്? ഹിമാലയൻ പർവ്വതനിരയുടെ ആകൃതി ചന്ദ്രക്കലയുടെ ആകൃതിയാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയാണ് ഹിമാലയൻ പർവ്വതനിരയുടെ ആകൃതി. മടക്കു പർവ്വതമാണ്, അത് ചന്ദ്രക്കലയുടെ ആകൃതിയാണ്. ഇപ്പോഴത്തെ ഹിമാലയത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന പ്രാചീന സമുദ്രം ഏതാണ്? തെത്തീസ് കടൽ. തെത്തീസ് കടലാണ് ഇപ്പോഴത്തെ ഹിമാലയത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന പ്രാചീന സമുദ്രം. ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ 3ഉം ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകളാണ്. കിഴക്കൻ മലനിരകളിലെ പ്രധാന മലനിരകൾ ഏതൊക്കെയാണ്? കിഴക്കൻ മലനിരകളിലെ പ്രധാന മലനിരകൾ പത്കായിബും, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തി കുന്നുകൾ, മീസോ കുന്നുകൾ. ഇത്രയും കിഴക്കൻ മലനിരകളിലെ പ്രധാന മലനിരകളാണ്. പത്കായിബ്യം, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിവ കിഴക്കൻ മലനിരകളിലെ പ്രധാന മലനിരകളാണ്. പത്കായിബും, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? അറിയാമോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി. വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമാണുള്ളത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുമായാണ് അതിർത്തിയുള്ളത്? ഇന്ത്യക്ക് 7 രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യക്ക് 7 അതിർത്തി രാജ്യങ്ങളുണ്ട്. അവ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ്. ഇന്ത്യ കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇതൊക്കെ നല്ലതുപോലെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈന. നമ്മൾക്കറിയാമല്ലോ ചൈന എന്ത് വലുതാണെന്ന്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാനാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം. ഇന്ത്യക്ക് ഏറ്റവും അധികം കരയതിർത്തിയുള്ളത് ഏത് രാജ്യവുമായാണ്? ബംഗ്ലാദേശുമായാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം കരയതിർത്തിയുള്ളത്. ബംഗ്ലാദേശുമായി. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായാണ്? അഫ്ഗാനിസ്ഥാനുമായാണ് ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടാനുള്ളത്. അഫ്ഗാനിസ്ഥാനുമായാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയെ വേർതിരിക്കുന്നത് ഏത് അതിർത്തി രേഖയാണ്? റെഡ് ക്ലിഫ് രേഖ. റെഡ് ക്ലിഫ് രേഖയാണ് റെഡ് ക്ലിഫ് ലൈൻ, അറിയാലോ. ആ റെഡ് ക്ലിഫ് രേഖയാണ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയെ വേർതിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നത് റെഡ് ക്ലിഫ് രേഖ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖ.
ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മഹോൻ രേഖ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയെ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഡുറൻഡ് രേഖ. ഡുറൻഡ് രേഖയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയെ വേർതിരിക്കുന്ന അതിർത്തി രേഖ, ഡുറൻഡ് രേഖ. ഇന്ത്യ, ശ്രീലങ്ക എന്നിവയെ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? ഒരു ഐലൻഡാണ് ശ്രീലങ്ക എന്നറിയാം, അതുകൊണ്ട് കടലിടുക്കാണ് വേർതിരിക്കുന്നത്. അത് പാക് കടലിടുക്കാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഏറ്റവും അധികം. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള കാര്യമാണ്. ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായി അതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമെന്ത്? അക്ഷാംശ രേഖാംശം അറിയാലോ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം ഏതാണ്? ഈസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. രേഖാംശീയ സ്ഥാനം ഏതാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്. എന്നുവെച്ചാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ്സ് കിഴക്ക് വരെയാണ്. അപ്പോൾ അക്ഷാംശം എന്ന് പറഞ്ഞാൽ നോർത്ത് പറയുമ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. പിന്നെ രേഖാംശീയം പറയുമ്പോൾ, ഈസ്റ്റ് പറയുമ്പോൾ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ് കിഴക്ക്. അപ്പോൾ രേഖാംശീയം എന്ന് പറയുന്നത് കിഴക്കാണ്. അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് ഭാഗമാണ്, വടക്ക് രേഖയാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റാണ് മനസ്സിലാക്കണം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് ചരിത്രപരമായി അറിയപ്പെടുന്ന മലമ്പാത ഏത്? ഖൈബർ ചുരം. ഖൈബർ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം, ഖൈബർ ചുരം. ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം. ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കും. അതാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം, ഖൈബർ ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏത്? ഡെക്കാനിലേക്കുള്ള താക്കോൽ അസിർഗർ. അസിർഗറാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത, അസിർഗർ. അസിർഗർ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയിലാണ്? സാത്പുരയിലാണ് അസിർഗർ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാതയായ അസിർഗർ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സാത്പുര മലനിര. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നീ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ മലമ്പാത ഏത്? ഷിപ്കീലോ. ഷിപ്കീല എന്ന മലമ്പാതയാണ് ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നീ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ മലമ്പാത, ഷിപ്കീലോ. ഷിപ്കീലോ ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏത്? ഈ ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നീ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മലമ്പാതയായ ഷിപ്കീലോ മലമ്പാതയിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് സത്ലജ് നദി, സത്ലജ്. ഷിപ്കീലോ ചുരം വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് സത്ലജ് നദി. സിക്കിം, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് നാഥുല മലമ്പാത. സിക്കിം, ടിബറ്റ്, നാഥുല. സിക്കിം, ടിബറ്റ്, നാഥുല. സിക്കിം, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മലമ്പാത നാഥുല. ഇന്ത്യയും ചൈനയുമായുള്ള 2006 കരാറിനെ തുടർന്ന് വ്യാപാരത്തിനായി തുറന്ന ചുരമാണ് നാഥുല. ഇന്ത്യയും ചൈനയുമായുള്ള 2006 കരാറിനെ തുടർന്ന് വ്യാപാരത്തിനായി തുറന്ന ചുരമാണ് നാഥുല ചുരം.
അതാണ് സിക്കിം, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് നാഥുല. അത് ഇന്ത്യയും ചൈനയുമായുള്ള 2006 കരാറിനെ തുടർന്ന് വ്യാപാരത്തിനായി തുറന്ന ചുരമാണ് നാഥുല. ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരമേത്? ലിപുലേഖ്. ലിപുലേഖ് എന്ന ചുരമാണ് ഇന്ത്യ, ചൈന, നേപ്പാൾ ഈ 3 രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരം. ലിപുലേഖ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഈ ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് ലിപുലേഖ് ചുരം. കാശ്മീർ, ലഡാക്ക് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജിലോ ചുരം. കാശ്മീർ, ലഡാക്ക് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജിലോ ചുരം. സോജില ചുരം. ഹിമാചൽ പ്രദേശിലെ കുളു, ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ്. ഹിമാചൽ പ്രദേശിലുള്ള കുളു, ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ്. റോഹ്താങ് ചുരം. റോഹ്താങ് ചുരം. ഹിമാചൽ പ്രദേശിലെ കുളു, ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന ചുരം. കാറക്കോണം ചുരം ഏതൊക്കെ രാജ്യങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കാറക്കോണം ചുരമാണ് ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാറക്കോണം ചുരം. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു. നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു ചുരത്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിലാണ്. നാമ ചുരം സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാത ഏത്? സേല. ഓർത്തോളണം. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ, ഈസ്റ്റേൺ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് സേല മലമ്പാത. ഇന്ത്യ, ചൈന അതിർത്തിയിലുള്ള ബംല ചുരം ഏത് സംസ്ഥാനത്താണ്? ബംല ചുരം അരുണാചൽ പ്രദേശിലാണ് ബംല ചുരം സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്ത്യ, ചൈന അതിർത്തിയിലുള്ളതാണ്. ബംല ചുരം അത് ഇന്ത്യ, ചൈന അതിർത്തിയിലുള്ള ചുരമാണ്. അത് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാല, ഗോങ്ല, ബിലാഫോൺലോ എന്നീ മലമ്പാതകൾ ഏത് പ്രദേശത്തേക്കുള്ള പ്രവേശന കവാടങ്ങളാണ്? പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സിയാലോ, ഗോങ്ലോ, ബിലാഫോൺലോ എന്നീ മലമ്പാതകൾ ഏത് പ്രദേശത്തേക്കുള്ള പ്രവേശന കവാടങ്ങളാണ്? സിയാച്ചിൻ പ്രദേശത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ 3 മലമ്പാതകൾ. സിയാലോ, ഗോങ്ലോ, ബിലാഫോൺലോ എന്നിവ. ഹാൽഡി ഘട്ടി ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹാൽഡി ഘട്ടി ചുരം ആരവല്ലി, രാജസ്ഥാനിലുള്ള ആരവല്ലി പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാൽഡി ഘട്ടി ചുരം ആരവല്ലി പർവ്വതനിരയിലാണ്. രാജസ്ഥാനിലുള്ള ആരവല്ലി പർവ്വതനിരയിലാണ് ഹാൽഡി ഘട്ടി ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചു. ആ താർ മരുഭൂമി ഇന്ത്യയിലെ പ്രത്യേകം ഓർത്തോളണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി വലുപ്പത്തിൽ ലോകത്തിലെ എത്രാമത്തെ മരുഭൂമിയാണ്? ഏഴാമത്തെ വലിപ്പമാണ്. ലോകത്തിലെ മരുഭൂമികളിൽ വച്ച് 7ാമത്തെ വലിപ്പമാണ് താർ മരുഭൂമിക്കുള്ളത്. 7ാമത്തെ വലിപ്പം. താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം ചോലിസ്ഥാൻ മരുഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലുള്ള താർ മരുഭൂമിയുടെ കുറച്ചു ഭാഗം പാകിസ്ഥാനിലുണ്ട്. ആ ഭാഗം ചോലിസ്ഥാൻ മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നു. താർ മരുഭൂമിയുടെ 61% സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലാണ് 61%. ലോകത്തിലെ 7ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന താർ മരുഭൂമി ഇന്ത്യയിലെ തന്നെ രാജസ്ഥാനിലാണ് അതിൻ്റെ 61% സ്ഥിതി ചെയ്യുന്നത്.
ഇനി കുറച്ച് മണ്ണിനങ്ങൾ നോക്കാം. നദീതടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നദീതടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% വരുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഖാദർ, ഭംഗർ എന്നിവ ഏത് മണ്ണിൻ്റെ 2 വിഭാഗങ്ങളാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണിൻ്റെ 2 വിഭാഗങ്ങളാണ്. അപ്പോൾ അറിയാമല്ലോ, നദീതടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു, രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% വരുന്നു. ഖാദർ, ഭംഗർ എന്നിവ ഇതിൻ്റെ 2 വിഭാഗങ്ങളാണ്. ഏതിൻ്റെ? എക്കൽ മണ്ണിൻ്റെ. എക്കൽ മണ്ണിനെ കുറിച്ചാണ് ഈ 3 പോയിൻറ്റും നമ്മളിവിടെ പറഞ്ഞത്. നദീതടങ്ങളിൽ ഓരോ വർഷവും പ്രളയജലം നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. നദീതടങ്ങളിൽ ഓരോ വർഷവും പ്രളയജലം നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. ചെർണോസം, റിഗർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനമാണ് കരിമണ്ണ്. ചെർണോസം, റിഗർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കരിമണ്ണ്. കരിമണ്ണ് ഏത് വിളയുടെ കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം? കരിമണ്ണ് പരുത്തി കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം. കരിമണ്ണ് പരുത്തി കൃഷിക്ക്. ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ലാവാശില പൊടിഞ്ഞ്, ലാവ ഉണ്ടാകുന്നത് അറിയാമല്ലോ, വൾക്കാനോ, ഈ ലാവയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ധാതു ഏതാണ്? ഇരുമ്പ് ഓക്സൈഡ്. അയണിൻ്റെ അംശമുണ്ടെങ്കിലാണ് റെഡ് കളറൊക്കെ വരുന്നതെന്ന് നമ്മൾക്കറിയാം. അയൺ ഓക്സൈഡ്, അതാണ് ഇരുമ്പ് ഓക്സൈഡ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ധാതുവാണ് അയൺ ഓക്സൈഡ് അഥവാ ഇരുമ്പ് ഓക്സൈഡ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് ഏത് പോഷകമാണ്? നൈട്രജൻ. അതുകൊണ്ടാണ് ചെടികൾക്ക് എല്ലാം മരങ്ങളും ചെടിയൊക്കെ നടുമ്പോൾ നമ്മൾ നൈട്രജൻ സപ്ലൈ നൽകുന്നത്. വളങ്ങളിൽ NPK വളങ്ങളിലെല്ലാം നമ്മൾ നൈട്രജൻ നൽകുന്നുണ്ട്. അത് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് നൈട്രജൻ ആയ കാരണമാണ്. നൈട്രജൻ എന്ന പോഷകമാണ് കുറവുള്ളത്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് ഏത് മണ്ണിനത്തിലാണ്? പർവ്വത മണ്ണിലാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണെന്നറിയാം. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണെന്നറിയാം. അപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണും എന്ന് നമ്മൾക്ക് മനസ്സിലായി. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എക്കൽ മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ വ്യാപകമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? ലാട്രൈറ്റ്. മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ വ്യാപകമായി രൂപം കൊള്ളുന്ന മണ്ണേത്? ലാട്രൈറ്റ്. നമ്മൾക്ക് കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ നിറയെ ലാട്രൈറ്റ് ഉണ്ട്. അത് മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ വ്യാപകമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ലാട്രൈറ്റ്. ആ ലാട്രൈറ്റിൽ അലുമിനിയം കണ്ടൻറ്റ് കൂടുമ്പോൾ അത് ബോക്സൈറ്റായി മാറുന്നു. പിന്നെ അലൂമിനസ് ലാട്രൈറ്റ് ആകുന്നു. അതെല്ലാം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് പീറ്റ് മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ മരങ്ങളുടെ അംശങ്ങളെല്ലാം വീണ് അഴുകി ആണ് പീറ്റ് മണ്ണ് ഉണ്ടാകുന്നത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. അതിൽ മരങ്ങളുടെ കഷ്ണങ്ങളും ചെടികളുടെ അംശങ്ങളും ഒക്കെ അതിൽ കാണും പീറ്റ് മണ്ണിൽ. ഇനി നമ്മൾക്ക് കുറച്ച് വിപ്ലവം നോക്കാം. ധവള വിപ്ലവം ഏതിനെക്കുറിച്ചുള്ളതാണ്? ധവള വിപ്ലവം എല്ലാവർക്കും അറിയാമല്ലോ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. രജത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മുട്ടയുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രജത വിപ്ലവം. അടുത്ത് നീലവിപ്ലവം. നീല എന്ന് പറയുമ്പോഴേ നമുക്ക് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തോന്നാണ്? മത്സ്യം. അപ്പോൾ നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ മത്സ്യവുമായി. ധവളം പാല്, രജതം മുട്ട, നീല മത്സ്യം.
ഇതാണ് പ്രധാനപ്പെട്ട നമ്മളുടെ നമ്മളുടെ ഭക്ഷ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളാണ് ധവള വിപ്ലവം, രജത വിപ്ലവം, നീല വിപ്ലവം. 3 മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് 100% മാർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒട്ടേറെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് ഞാൻ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഒട്ടേറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ എല്ലാം പോയി കാണുക. ഇപ്പോൾ ഇത് ജനറൽ നോളജിൻ്റെ 9ാമത്തെ ജോഗ്രഫിയും കൂടെ കവർ ചെയ്യുന്ന 9ാമത്തെ എപ്പിസോഡാണ്. അല്ലാതെ പല പല മാത്സിൻ്റെയും കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒത്തിരി എപ്പിസോഡുകളുണ്ട്. എല്ലാം നിങ്ങൾ വാച്ച് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക് യു.